നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ മനസ്സ് തുറക്കുന്നത് പോലെ ശാലിനിയും എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. വാക്കുതാ. വാക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം. മാഡം പോയിക്കോളൂ പ്ലീസ്. എന്തോന്ന് പ്ലീസ്? എനിക്ക് കുഴപ്പമുണ്ട്. താനൊക്കെ മൊബൈലിൽ തോണ്ടിക്കൊണ്ട് ചാകാനായിട്ട് എന്റെ വണ്ടിക്കടിയിലാണോ വന്ന് കയറുന്നത്? സോറി മാഡം, ഒരു എമർജൻസി കേസുണ്ട്. എന്ത് എമർജൻസി ആണോ? തന്റെ പ്രായത്തിലുള്ളവന്മാരുടെ മൊബൈലിലെ എമർജൻസി ഒക്കെ എനിക്കറിയാം എന്താണെന്ന്. മാഡം പ്ലീസ്, മാഡത്തിനും വണ്ടിക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. നൗ ലീവ് മീ അലോൺ പ്ലീസ്. കുഴപ്പമുണ്ടായില്ലെന്നോ? താൻ ഇതിന്റെ അടിയിലേക്ക് വന്ന് കയറുന്നത് കണ്ടപ്പോഴേ എന്റെ അകവാൾ വെട്ടിപ്പോയി. അല്ല, ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിലല്ലേ താൻ ചാകാതിരുന്നത്? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലേ ഞാൻ തൂങ്ങിയേനെ. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ മാഡം. ഇനി എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ? ഡിസ്പ്ലേ തരിപ്പണമായി. ഏതായാലും ഓണായി. ഇനിയിപ്പോ ഇത് എവിടെ ചെന്ന് ശരിയാക്കും? അപ്പൊ ശരി മാഡം, എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. ബൈ. ആ മൊബൈൽ ഒന്ന് കാണിച്ചേ. അയ്യോ, എന്തിനാ? മേഡം സംശയിക്കുന്ന പോലെ ഒന്നും എന്റെ ഫോണിലില്ല. ഐ എം എ ക്ലീൻ ജെന്റിൽമാൻ. അങ്ങനെ എനിക്കും കൂടി തോന്നണ്ടേ ആ ഫോണിങ് തരാൻ? ഇതേതായി കുട്ടി? കാർത്തിക. കാർത്തിക? ഇവളിയാളുടെ? എന്റെ ഭാര്യ ആവേണ്ടവളായിരുന്നു മാഡം. എന്താ? എനിക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടണമായിരുന്നു. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. നിക്ക്. നിക്കാനാ പറഞ്ഞത്. എനിക്കും തിരക്കുള്ളത്. സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കൊന്നും സംസാരിക്കാനില്ല. നിക്ക്. കാർത്തികേ, ഞാൻ മര്യാദയുടെ ഭാഷയില സംസാരിക്കുന്നത്. നീയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള കല്യാണം എങ്ങനെ നടന്നെന്ന് എനിക്കറിയണം. നിങ്ങൾ എവിടെ വെച്ച് കണ്ടു, എങ്ങനെ പരിചയപ്പെട്ടു, അതെങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എത്തി എന്നൊക്കെ. എനിക്ക് സ്വന്തമായിരുന്ന മുതല് ഇപ്പൊ നിന്റെ കൈവശമായിരിക്കുന്നത്.
അത് നിനക്ക് അർഹതപ്പെട്ടതാണോന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾ കളക്ടറാണെന്നുള്ള അധികാരം കാണിക്കുകയാണോ? അങ്ങനെ ഒരു അധികാരം ഞാനിപ്പോ കാണിച്ചിരുന്നെങ്കിൽ എന്റെ മുന്നിൽ നീ ഇങ്ങനെ നടുനിവർത്തി നിൽക്കില്ലായിരുന്നു. വിഷ്ണുവേട്ടൻ കെട്ടിയ താലി കഴുത്തിലണിഞ്ഞ് നിന്നെ കാണുന്ന നിമിഷം തന്നെ കഴുത്തിനെ പിടിച്ച് നിന്നെ ആ വീടിന് പുറത്ത് തള്ളിയനെ. എനിക്ക് നിന്നോട് ശത്രുതയൊന്നുമില്ല. വിഷ്ണുവേട്ടന് വേണ്ടി 6 വർഷം നോമ്പ് നോറ്റ് കാത്തിരുന്നവളാ ഞാൻ. അതിനു മുമ്പ് ഹൃദയം കൊണ്ട് സ്നേഹിച്ചും എല്ലാം പരസ്പരം പങ്കുവെച്ചും ഒപ്പം കഴിഞ്ഞിരുന്ന ഭാര്യ. പിന്നെ അതെല്ലാം ഞാൻ വിട്ടേക്കാം. വിഷ്ണുവേട്ടന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ഇനിയും അള്ളിപ്പിടിച്ച് തൂങ്ങില്ല. എന്നേക്കുമായി ഒഴിഞ്ഞു തരാം. എന്റെ അവസാന ശ്വാസം വരെ വിഷ്ണുവേട്ടൻ എന്ന പ്രാണൻ എന്നെ വിട്ടു പിരിയില്ലെങ്കിലും പക്ഷെ സത്യങ്ങളെല്ലാം എനിക്കറിയണം. ശാലിനി ജില്ലാ കളക്ടർ അല്ലേ? ഒരുപക്ഷെ ശാലിനി വിചാരിച്ച അച്ഛനും മറ്റും അറിയാതെ ഒരു സുരക്ഷിത താവളം എനിക്ക് ഒരുക്കിത്തരാൻ കഴിയും. ഹർഷൻ നാട്ടിലെത്തുന്ന 2 ആഴ്ചത്തെ സമയമല്ലേ വേണ്ടൂ. ഒരുപക്ഷെ ശാലിനി വിചാരിച്ച പോലീസ് പ്രൊട്ടക്ഷൻ വരെ കിട്ടും. പിന്നെ ഹർഷനെ എന്നെയും പിരിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. അതെ, നീ എന്താ ആലോചിക്കുന്നേ? ആരെങ്കിലും ഭയന്ന് നീ എന്തെങ്കിലും സത്യം ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും നിനക്കെന്നോട് തുറന്നു പറയാം. നിനക്ക് എല്ലാവിധ സംരക്ഷണവും ഞാൻ തരാം. എനിക്ക് ഹർഷനെ പോലെയാ ഈ സാധുവിന് വിഷ്ണുവേട്ടനും. ഇവരെ കണ്ണീര് കുടിപ്പിച്ചതുകൊണ്ടോ വിഷമിപ്പിച്ചതുകൊണ്ടോ എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷേ എന്നെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ശാലിനിയോട് ഞാൻ പറഞ്ഞ വിഷ്ണുവേട്ടൻ ഈ നാടകം കളിച്ചതും ത്യാഗം സഹിച്ചതും എല്ലാം വെറുതെയാകും. കാർത്തികേ, തുറന്നു പറയേ. ഞാൻ പറയാം. പക്ഷേ ശാലിനി എനിക്കൊരു വാക്ക് തരണം. ആദ്യത്തേത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ മൂന്നാമതൊരാൾ അറിയരുതെന്ന, വിഷ്ണുവേട്ടൻ പോലും. രണ്ടാമത്തേത്, ഞാൻ മനസ്സ് തുറക്കുന്നത് പോലെ ശാലിനിയും എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. വാക്കുതാ. വാക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.